ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും എനർജി സോഴ്സ് ആണല്ലോ സൂര്യൻ. അതേ സൂര്യൻ തന്നെ നമ്മുടെ ജീവനെല്ലാം ഭീഷണിയായാലോ? എന്തായിരിക്കും അവസ്ഥ അല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. അത്തരം ഒരു കോൺസെപ്റ്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സീരീസാണ് TBHന്റെ ആദ്യ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. 2020 മെയ് 1 നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്തിട്ടുള്ള ഇൻടു ദി നൈറ്റ് എന്ന ബെൽജിയൻ സീരീസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നെറ്റ്ഫ്ലിക്സിലെ തന്നെ ആദ്യത്തെ ബെൽജിയൻ ഒറിജിനൽ സീരീസാണ് ഇൻടു ദി നൈറ്റ്. ഒരു പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് സൈഫൈ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ഈ സീരീസ് അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ രാത്രിയെ തേടിയുള്ള യാത്രയെ ഇതിവൃത്തമാക്കിക്കൊണ്ടുള്ളതാണ്. ജെയ്സെക് ഡുഖാജിന്റെ പ്രശസ്ത പോളിഷ് നോവലായ ദ ഓൾഡ് ആക്സലോട്ടലിനെ ആസ്പദമാക്കിക്കൊണ്ട് ജെയ്സൺ ജോർജാണ് ഈ സീരീസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സീരീസിൽ പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്ന ഭാഷകൾ ഫ്രഞ്ച്, ഡച്ച് എന്നിവയാണെങ്കിൽ പോലും ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എൻ്റെ ആസ്വാദനത്തെ ഇതൊരു തരത്തിലും ബാധിച്ചിട്ടില്ല. നിങ്ങൾക്കും ഈ ഭാഷാപരമായ മാറ്റം ഒരു പ്രശ്നമായി മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിന് തെളിവായി ചൂണ്ടിക്കാണിക്കാവുന്നതാണ് മണി ഹേസ്റ്റ് പോലുള്ള ഒരു സ്പാനിഷ് സീരീസിന് ലോകമൊട്ടാകെ കിട്ടിയ സ്വീകാര്യത. മറ്റൊരു ഉദാഹരണം പറയാവുന്നത് നമ്മുടെ നാട്ടിൽ കൊറിയൻ മൂവീസിനുള്ള ഒരു പ്രത്യേക ഫാൻ ബേസ് തന്നെയാണ്. ഇനി നമുക്ക് ഈ സീരീസിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ബെൽജിയത്തിൻ്റെ തലസ്ഥാനമായ ബ്രസൽസിൽ നിന്നും മോസ്കോയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ഫ്ലൈറ്റ്. ആ ഫ്ലൈറ്റിലേക്ക് ഒരു ആംഡ് ഇറ്റാലിയൻ സോൾജിയർ അതിക്രമിച്ച് കയറുകയും ആ ഫ്ലൈറ്റിനെ ഹൈജാക്ക് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വെസ്റ്റ് ഡിറക്ഷനിലേക്ക് പോകണമെന്നും പോയില്ലെങ്കിൽ നാളത്തെ സൂര്യോദയത്തിന് നമ്മളെല്ലാവരും മരിക്കുമെന്ന്. ഈ ഒരു പോയിന്റിലാണ് സീരീസിൻ്റെ കഥ ആരംഭിക്കുന്നത്. തുടർന്ന് ഈ ഫ്ലൈറ്റിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ സീരീസിലുടനീളം കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സീരീസിൻ്റെ പോസിറ്റീവ് വശങ്ങളിലേക്ക് കടക്കാം. ഫസ്റ്റ് പോസിറ്റീവ് എന്ന് പറയുന്നത് എനിക്ക് സീരീസിൽ ഒരു തരത്തിലുള്ള ലാഗും ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ്. ആദ്യത്തെ 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ സീരീസ് അതിൻ്റെ ട്രാക്കിലേക്ക് കയറുന്നുണ്ട്. കഥ ആവശ്യപ്പെടുന്ന സന്ദർഭങ്ങളിൽ മാത്രം ഫ്ലാഷ് ബാക്ക് സീനുകൾ ഉപയോഗിക്കുകയും അനാവശ്യമായ ഇമോഷണൽ സീനുകൾ, പ്രേക്ഷകരെ ബോറടിപ്പിക്കുന്ന സംഭാഷണങ്ങൾ എന്നിവ ഒഴിവാക്കുന്നതിലും സംവിധായകൻ അതീവ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്. ഓരോ എപ്പിസോഡിനും നൽകിയിരിക്കുന്നത് ഓരോ കഥാപാത്രങ്ങളുടെ പേരുകളായതുകൊണ്ട് തന്നെ അവരുടെ പൂർവ്വകാല ജീവിതം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ സീരീസ് വിജയിച്ചിട്ടുണ്ട്. സെക്കൻഡ് പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ സീരീസിൻ്റെ ടെക്നിക്കൽ സൈഡാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി. ഓരോ സീക്വൻസും വളരെ മനോഹരമായിട്ട് ക്യാമറയിൽ പകർത്താൻ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർക്ക് സാധിച്ചിട്ടുണ്ട്. ഈ സീരീസ് മുഴുവനായി നടക്കുന്നത് രാത്രിയിലാണ്. രാത്രിയുടെ ആ ഒരു ആംബിയൻസ് നൽകുന്നതിൽ ഈ സീരീസിൻ്റെ കളർ ഗ്രേഡിംഗ് വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. പിന്നീട് പറയാനുള്ളത് സീരീസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനെ കുറിച്ചാണ്. വളരെ ഐക്കോണിക്കായ BGM എന്നൊന്നും പറയാനില്ല, പക്ഷേ ഒരു സീൻ കാണുമ്പോൾ പ്രേക്ഷകൻ എന്ത് ഫീലാണോ കിട്ടേണ്ടത് ആ ഫീൽ നൽകുന്നതിൽ ആ BGM വിജയിച്ചിട്ടുണ്ട്. തേർഡ് പോസിറ്റീവ് എന്ന് പറയുന്നത് ആക്ടേഴ്സിൻ്റെ അഭിനയമാണ്. ഓരോ ആക്ടേഴ്സും അവരവരുടെ കഥാപാത്രം വളരെ മികച്ചതാക്കിയിട്ടുണ്ട്. സർവൈവൽ ത്രില്ലറുകളിൽ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് കഥാഗതിക്കനുസരിച്ച് കഥാപാത്രങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം. ആ മാറ്റം നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. അതിനെ വളരെ മികച്ച രീതിയിൽ തന്നെ സ്ക്രീനിൽ അവതരിപ്പിക്കാൻ അഭിനേതാക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെഗറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ എടുത്തു പറയത്തക്ക നെഗറ്റീവ്സ് ഒന്നും തന്നെ എനിക്ക് തോന്നിയില്ല. പക്ഷെ ചില സ്ഥലങ്ങളിൽ 1-2 ലോജിക്കൽ ലൂപ്പ് ഹോൾസ് ഉള്ളതായിട്ട് തോന്നി. പക്ഷെ അത് എൻ്റെ മാത്രം തോന്നലായിരിക്കാം കേട്ടോ. അടുത്ത സീസണുകളിൽ അതിനുള്ള ഉത്തരം ലഭിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ കഥയുടെ ഒഴുക്ക് ഒരു തരത്തിലും ഈ ലൂപ്പ് ഹോൾസ് ബാധിക്കുന്നതേ ഇല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇൻടു ദി നൈറ്റ് എന്ന ഈ സീരീസിനെ കുറിച്ച് പറയാനുള്ളത്. ഈ വർഷം ഇറങ്ങിയതിൽ കുറച്ച് അണ്ടർറേറ്റഡ് ആയി പോയി എന്ന് തോന്നിയത് കൊണ്ടാണ് ഇൻടു ദി നൈറ്റ് എന്ന ഈ സീരീസിനെ തന്നെ TBHന്റെ ആദ്യ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങൾ സർവൈവൽ ത്രില്ലറുകളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഒരു നല്ല അന്യഭാഷ സീരീസാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ സീരീസ് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്കൊരിക്കലും ഈ സീരീസ് ഒരു നിരാശ സമ്മാനിക്കില്ല. സീരീസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതുപോലെ ഏതെങ്കിലും നല്ല സിനിമയോ സീരീസോ ഞങ്ങൾ റിവ്യൂ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതും താഴെ മെൻഷൻ ചെയ്യുക. അധികം വൈകാതെ തന്നെ നമ്മൾ അതിൻ്റെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.